ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സുഗമമായ യാത്രയ്ക്കെല്ലാം തന്നെ ഫാസ്ടാഗ് എല്ലാം നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനം കിട്ടിയപ്പോഴുള്ള ഫാസ്ടാഗ് ഒന്നും വർക്കാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റാത്തതായി ഒരുപാട് പേരെല്ലാം മെസ്സേജ് അയച്ചിരുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനായി നമുക്ക് എങ്ങനെയാണ് ഒരു ഫാസ്ടാഗ് എല്ലാം എടുക്കുക എന്നതിനെക്കുറിച്ച് നോക്കാം. ഫാസ്ടാഗ് ഇല്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് ഡയറക്റ്റായി പെട്ടെന്ന് തന്നെ നമുക്ക് വെഹിക്കിൾ ടോളെല്ലാം കടന്നു പോകണമെങ്കിൽ ഈ ഒരു ഫാസ്ടാഗ് എല്ലാം ഉണ്ടായിരിക്കണം. ഇനി അതിലുപരി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എല്ലാം തന്നെ ഇപ്പോൾ ഫാസ്ടാഗ് ഇല്ലാതെയാണ് നിങ്ങൾ ഗൂഗിൾ പേ എല്ലാം വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ എമൗണ്ട് എല്ലാം നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ഒരു കൂടുതൽ പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത് നിർത്തണം എന്നെല്ലാം പറഞ്ഞ് പല വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കറൻ്റ്ലി നമ്മൾ കൂടുതൽ പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായി ഒരു ഫാസ്ടാഗ് എല്ലാം അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. വളരെ ഈസിയായി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് വഴി, അല്ലെങ്കിൽ HDFC, അല്ലെങ്കിൽ ICICI, ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അത് വച്ചു. ഇനി നിങ്ങൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലെല്ലാം കയറിയതിന് ശേഷം ഇതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യാം. ഉദാഹരണമായി ഇത് ഞാൻ ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് യൂസ് ചെയ്ത് നമ്മൾ ഫാസ്ടാഗ് പർച്ചേസ് ചെയ്യുന്നത് എന്നതാണ്. ഇത് തന്നെയാണ് മറ്റു ബാങ്കുകളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. അതിനാൽ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ളതിൻ്റെ കാര്യവും വളരെ ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാൻ ഗൂഗിൾ പോയതിനു ശേഷം ഫാസ്ടാഗ് ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഫെഡറൽ ബാങ്ക് ഫാസ്ടാഗ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൈറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് റിസീവ് OTP എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ വെരിഫൈ OTP, അതായത് നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന OTP ഇവിടേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് എല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എക്സിസ്റ്റിംഗ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ന്യൂ കസ്റ്റമർ, ഇത് ഏത് സെലക്ട് ചെയ്താലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളവർക്ക് എക്സിസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ കസ്റ്റമർ എന്ന് സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാര്യമെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വെഹിക്കിളിൻ്റെ പേയ്മെൻറ്റ് എത്രത്തോളമാണ് ഇത് എടുക്കുന്നതിന് വരുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത് ടിക്ക് ചെയ്ത് ആക്സെപ്റ്റ് എന്ന് കൊടുത്ത് ഫിനിഷ് എന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഫിനിഷ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു പേജ് എല്ലാമാണ് വരിക. ഇത്തരത്തിൽ ഈ ഒരു പേജ് എല്ലാം വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെഹിക്കിൾ ഏത് വെഹിക്കിളാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാസ്ടാഗ് എടുക്കുന്നത് കാറിനാണ്. അതിനാൽ തന്നെ ഈ കാർ, ജീപ്പ്, വാൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു 3 ഓപ്ഷൻ. ഇവിടെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ വെഹിക്കിൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ വെഹിക്കിൾ VIN അല്ലെങ്കിൽ ചേസിസ് നമ്പറാണ് ഇവിടെ കൊടുക്കാൻ പറയുന്നത്. ഇത് രണ്ടും നമുക്ക് RC ബുക്കിൽ തന്നെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ഇവിടെ എൻജിൻ നമ്പറും നിങ്ങൾക്ക് RC ബുക്കിൽ തന്നെ കിട്ടും. ഇവിടെ ഈ എൻജിൻ നമ്പർ നമ്മൾ കംപ്ലീറ്റ് ആയി കൊടുക്കേണ്ട ആവശ്യമില്ല. 5 ഡിജിറ്റ് ലാസ്റ്റിലെ എൻജിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ RCയുടെ ഒരു ഫ്രണ്ട് പിക്ചർ, അതുപോലെ ബാക്ക് പിക്ചർ, ഇത് PNGയിൽ അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഇവിടെ RCയുടെ ഫ്രണ്ട് പേജ് ഇവിടെ എടുത്തതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ബാക്ക് സൈഡും ഇവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ വരിക ഡെലിവറി അഡ്രസ്സ്, അതുപോലെ ബില്ലിംഗ് അഡ്രസ്സ് എല്ലാം കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായി ഇവിടെ ഇത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഫാസ്ടാഗ് എല്ലാം തന്നെ ഡെലിവർ ചെയ്യുന്നതിനുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്.
ഇനി ഇത് സെയിം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെയിം ആസ് ഡെലിവറി അഡ്രസ്സ് എന്ന് കൊടുത്തതിന് ശേഷം ബില്ലിംഗ് അഡ്രസ്സും ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാതെ ആ അഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് പേയ്മെന്റ് പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ബോർഡിംഗ് ഫീസ്, അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 200, ഇങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ടാക്സ് അടക്കം 300 രൂപയാണ് വരുന്നത്. ഈ ഒരു കാര്യം ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇവിടെ നിന്നും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ UPI വഴിയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഇപ്പോൾ GPay എല്ലാം ഉണ്ടെങ്കിൽ അതുവഴിയെല്ലാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും UPI അല്ലെങ്കിൽ കാർഡ് വച്ച് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയും നമുക്ക് ഈ ഒരു പേയ്മെൻ്റ് എല്ലാം നടത്താൻ സാധിക്കും. ഞാൻ UPI എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. UPI സെലക്ട് ചെയ്യുമ്പോൾ UPI ആപ്പ് വഴി വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് എല്ലാം ചെയ്യണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഞാൻ സ്കാൻ QR എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു QR എല്ലാം കാണിക്കും. അത് എൻ്റെ മൊബൈൽ GPay വഴി സ്കാൻ ചെയ്ത് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതിനായി ഞാൻ സ്കാൻ QR എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു QR കോഡ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ GPay യൂസ് ചെയ്ത് ഇതുപോലെ സ്കാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു എമൗണ്ട് എല്ലാം എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു GPay വെച്ച് ഈ ഒരു 300 എല്ലാം തന്നെ ഇപ്പോൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിൽഡ് എമൗണ്ട്, അതുപോലെ ബില്ലിംഗ് അഡ്രസ്സും ഓർഡർ ID, ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ വേണമെങ്കിൽ നമുക്കൊരു പ്രിൻ്റ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഇത് സേവ് എന്ന് കൊടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി എല്ലാം സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റൽ വഴി അല്ലെങ്കിൽ കൊറിയർ വഴി എല്ലാം തന്നെ അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ നമുക്ക് ഈ ഒരു ഫാസ്ടാഗ് എല്ലാം റിസീവ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് റീചാർജ് ചെയ്യാനെല്ലാം തന്നെ ഈ ഒരു സൈറ്റിലെല്ലാം വന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP എല്ലാം വന്നതിന് ശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് റീചാർജ് ചെയ്യേണ്ടത് അതെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിലാണ് നമ്മൾ ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇവിടെ ഫാസ്ടാഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിന് സൈഡിലായി നമുക്ക് ഇവിടെ റീചാർജ് വാലറ്റ് എന്ന് കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എത്ര എമൗണ്ടിനാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം UPI വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് റീചാർജ് എല്ലാം ചെയ്യാം. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ വളരെ പെട്ടെന്നെല്ലാം തന്നെ നിങ്ങൾക്ക് ഫാസ്ടാഗ് എല്ലാം എടുക്കാൻ സാധിക്കും. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്